സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒന്നത് പറഞ്ഞൊരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാട്ടെ. അവൻ എങ്ങനെ ഇരിക്കുന്ന എഴുതിയിരിക്കുന്നേ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും. എല്ലാവരും പറഞ്ഞാൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇനി അടുത്തൊരു ഭാഗം പറഞ്ഞ ആമേൻ പറയണം: അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ടെ: അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ ഈ പ്രാരംഭ സമയത്തിൽ പറയുകയാ, നീ നട്ടിരിക്കുന്നത് എവിടാണെന്ന് ഒരു ഉറപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് സാധിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം നിന്റെ അകത്ത് വരത്തില്ല. നട്ടിരിക്കുന്നത് ആറ്റരികത്താണെങ്കിൽ. അപ്പം നോക്കണം, ഈ ഭൂമിയിൽ ഒരുപാട് മരങ്ങളുണ്ട്. പലതും പല സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. പലതിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് പല രാജ്യങ്ങളിൽ മാത്രം വളരുന്ന ചില മരങ്ങളുണ്ട്. ചിലത് എവിടെ കൊണ്ടിട്ടാലും വളരുന്ന ചില മരങ്ങളാണ്. ചിലതൊന്നും ആരും നോക്കിയില്ലെങ്കിലും തന്നെ വളർന്നു വരുന്ന മരങ്ങളുണ്ട്. ചിലതിനൊക്കെ സ്പെഷ്യൽ കെയറിങ് വേണ്ട മരങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി മരങ്ങളെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിൽ ഒന്നിലധികം പ്രാവശ്യം ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപമയിൽ കൂടിയോ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെയോ രാജ്യത്തെയോ ഒക്കെ എടുത്തെടുത്ത് പറയുന്നെങ്കിൽ ഓർത്തോണം, അതിനൊക്കെ എന്തോ ഒരു പ്രാധാന്യതയുള്ളതാണ്. ദൈവജനവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രാധാന്യമുള്ളതാ. ഐ മീൻ പല രാജ്യങ്ങളുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേദപുസ്തകം ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടൊരു രാജ്യം നമുക്കറിയാം. ആ രാജ്യത്തിന് ദൈവജനവുമായിട്ട് എന്തോ ബന്ധമുള്ളതുകൊണ്ടാണ് ദൈവം അതിനെ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ആ പേരുകൾ പറഞ്ഞ് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് രാജ്യങ്ങളുടെ പേരുകൾ കാണാൻ കഴിയും. എന്നതുപോലെ സ്തോത്രം, ഈ മരം അല്ലെങ്കിൽ വൃക്ഷം എന്ന് പറയുന്ന ഈ പദം ഞാൻ വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ വൃക്ഷമുണ്ട്. എല്ലാത്തിലും എവിടെയെങ്കിലുമൊക്കെ വന്നും പോയി ഒക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഇന്ന് പകൽക്കാലം എന്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവോട് പറഞ്ഞു, നീ ഇന്ന് പകൽക്കാലം വൃക്ഷത്തെപ്പറ്റി പറയണം, മരത്തെപ്പറ്റി സംസാരിക്കണം, സസ്യത്തെപ്പറ്റി സംസാരിക്കണം. ആമേൻ. അതൊന്നും വേറൊന്നും കൊണ്ടുമല്ല, ഇതുമായിട്ട് നിനക്കൊത്തിരി ബന്ധമുണ്ട്. ആമേൻ, സ്തോത്രം. എനിക്ക് ബന്ധമുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇരിക്കുന്ന നിങ്ങൾക്കും ഒത്തിരി ബന്ധമുണ്ട്. ദൈവമക്കളായി നമുക്ക് ഒരുമിച്ചൊരു ബന്ധമുണ്ട്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ചില മർമ്മങ്ങൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് വളർച്ച പ്രാപിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. 1-2 മിനിറ്റുകൾ എടുത്തൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. വേഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്ത അതേ പുസ്തകത്തിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 92:12. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ആമേ. ചില ദൈവമക്കളെ ദൈവം നട്ടിരിക്കുന്ന എവിടെ നിന്നറിയാമോ? ഉയർന്ന സ്ഥലങ്ങളില്ല, ഹിൽ പ്ലേസില്ല. ഈ ദേവദാരു വളരുന്നത് സാധാരണയായിട്ട് ഉയർന്ന സ്ഥലങ്ങളില്ല, ഹൈ റേഞ്ച് പോലുള്ള മേഖലകളിൽ, ഒരുപാട് കാറ്റും പ്രതികൂലമുള്ള സ്ഥലങ്ങളിൽ, ഒരുപാട് ലാൻഡ് സ്ലൈഡിങ് ഉള്ള സ്ഥലങ്ങളിൽ, മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉയരത്തിലാണ് ആളുടെ വാസമെങ്കിലും മറ്റുള്ള വൃക്ഷങ്ങളെക്കാളും ഒക്കെ സംബന്ധിച്ച് ഇവൻ ഭയങ്കര സെറ്റിൽഡ് ആണെങ്കിലും ഇവൻ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് വേണം കുഞ്ഞുനാൾ മുതലേ വളർന്നു വരാൻ. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചില ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മ ആരുടെയൊക്കെയോ പറയുകയാ, നിൻ്റെ ഒരു ഓർമ്മ വെച്ച പ്രായം മുതൽ ഒരു പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്ത്, പക്ഷെ ഒന്നിലും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രതിസന്ധികൾ വന്നെങ്കിലും അതിൻ്റെ നടുവിലും തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന ദൈവിക സമാധാനത്തിൻ്റെ അകത്ത് പിടിച്ചു നിർത്തിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നന്ദി പറയേണ്ട ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ ജീവൻ തന്നിട്ട് എന്നെയും നിന്നെയും ചില പ്രതിസന്ധിയുടെ മേഖലകളിൽ തല ഉയർത്തി നിൽക്കുവാൻ എന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഒരുവന്റെ തല താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഉയർത്തുവാൻ ഒരു
ഒരിക്കൽ ഒരുവൻ സകല സ്വർഗ മഹിമകളെയും വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചാൽ നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമ്മെ വളർത്തുവാൻ ഒരിക്കൽ ഒരു നാട്ടൊലിവ് ഇറങ്ങിയതാ. ഇന്ന് പകൽക്കാലം നമ്മളിങ്ങനെ മാന്യതയോടെ ഇരിക്കുവാൻ കാരണമായി തീർന്നതെന്ന് ബോധ്യതയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ അടിച്ചോ, കരങ്ങളെ ഉയർത്തിയോ, വായികളെ ചലിപ്പിച്ചോ, നിങ്ങൾക്ക് എങ്ങനാണോ ആ കർത്താവിന് ഒരു ആരാധന കൊടുത്ത് ഈ വചനത്തോട് പ്രതികരിക്കാൻ കഴിയുന്നത്, അതുപോലെ അല്പസമയം നമ്മുടെ ആത്മാവ് കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മേ ബി യുവർ ലൊക്കേഷൻ മേ ബി ഹാർഡ്. ആമേൻ. സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്, ഈ വീട്ടിൽ വന്നതിന് ശേഷമായി പ്രശ്നം മൊത്തം. ഇത് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ ചിരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ദൈവദാസൻ 2 എണ്ണം ദൈവം തന്നു, അതുമാരുണ്ടായതിന് ശേഷം ഞാനിതുവരെ സമാധാനം അറിഞ്ഞിട്ടില്ല. എന്ന് ഈ വീട്ടിൽ ഞാൻ കാലുകുത്തിയോ, എന്ന് ഞാൻ ഈ അമ്മയുടെ മുഖം കണ്ടോ, അന്ന് തുടങ്ങിയത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ആമേ. പക്ഷെ ദൈവം നിന്നെ നട്ടത് റോങ് പ്ലേസിലല്ല. കാരണം അവൻ തെറ്റുകൾ നടുന്നവനല്ല. ഒരാമേൻ പറഞ്ഞേ. നീ ലെബനോനിലെ ദേവദാരു പോലെ വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ള മരങ്ങൾ ഏൽക്കുന്നതിനേക്കാൾ അധികമായി കാറ്റേക്കേണ്ടത് വന്നേക്കാം നിനക്ക്. ഒരാമേൻ പറഞ്ഞേ. കുടുംബം തകർന്നു പോകുന്നത് പോലത്തെ കാറ്റ് ചില സീസണിൽ അടിക്കേണ്ട വന്നേക്കാം. പക്ഷെ നീ വീഴത്തില്ല കേട്ടോ. അറിവുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, കാറ്റടിക്കുമ്പോൾ ഇവൻ വളയും. എങ്ങനെ വളയുമെന്ന് അറിയാമോ? ഈ മുകൾ വശം താഴെ മുട്ടുന്ന രീതി വളയുമെന്ന്. ചില മരങ്ങൾ ഈ പർവ്വതനിരയിലുണ്ട്, ശക്തമേറിയ കാറ്റ് വരുമ്പം ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴും. ഞാൻ ദേവദാരുവിനോട് പ്രാർത്ഥന മുറി ചോദിച്ചു, എന്താ ദേവദാരു നിനക്ക് ഇത്ര പ്രത്യേകത? ദേവദാരു പറഞ്ഞു, കാറ്റ് വന്നാൽ ഞാൻ താഴും. കാറ്റ് വരുവാണെങ്കിൽ ഞാൻ അങ്ങ് താണു കൊടുക്കും, കാറ്റിൻ്റെ മുകളിലൂടെ പോകും. അതിനുള്ള ശക്തി എൻ്റെ അകത്ത് ദൈവം. എപ്പോഴും പ്രതികരിക്കുന്നതല്ല മിടുക്ക്, എപ്പോഴും ബഹളം വെക്കുന്നതല്ല കഴിവ്. ചിലതിനെ തിരിച്ചറിഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് നിനക്ക് വളരുവാൻ ദൈവം ഒരു പ്രത്യേകം അഭിഷേകം. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൂത് എനിക്ക് വേണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നതിനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഈ ദൂത് എനിക്ക് വേണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രതികരിക്കാൻ നിന്നെ ദൈവം വിളിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും പിണങ്ങാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും തല ഉയർത്തിപ്പിടിച്ചേ നിൽക്കത്തുള്ളൂ. ഞാൻ ആരാണെന്ന് കാണിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറയാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. ഓ ഓ ഓ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ പണിയുന്നല്ലോ, ഏതൊക്കെ കുടുംബങ്ങളെ പണിയുന്നല്ലോ. ചില ദേവദാരുക്കൾ ഇന്ന് പകൽ തല ഉയർത്തി നിൽക്കാൻ പോകുകയാ. ചില വാക്കുകൾ നിന്റെ നേരെ വരുമ്പോൾ, ചില ചൊടിപ്പിക്കുന്ന വാക്കുകൾ, കോപിപ്പിക്കുന്ന വാക്കുകൾ, അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ജോലിയിലെ ചില സിറ്റുവേഷനുകൾ, ഇരുന്നേ ചിലത് വരുമ്പം ദൈവസന്നിധിയിലോട്ട് അങ്ങ് താണോണം. അപ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത്, ഒടിക്കാൻ പറ്റത്തില്ല, വളയ്ക്കാനേ പറ്റത്തുള്ളൂ. ഫ്ലെക്സിബിളാന്ന്. ഇനിയിപ്പം ഇവിടുന്ന് കാറ്റടിക്കുമ്പോൾ ആൾ ഇങ്ങോട്ട് ചരിഞ്ഞു കൊടുക്കും, ആ സമയം അവിടുന്ന് ഒരു കാറ്റ് വന്നപ്പോൾ ഇങ്ങോട്ടങ്ങ് ചരിഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ ആള് ഫ്ലെക്സിബിളാ. കഴിഞ്ഞ നാളുകളിൽ ശത്രു പരാജയങ്ങളുടെ കാറ്റുകൾ നിനക്ക് നേരെ അടിച്ചപ്പോൾ ഒടിഞ്ഞുപോയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വചനം നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയേറിയ ദൂതായി മാറാൻ പോകുകയാ. ചിലതിന്റെ മുമ്പിൽ പ്രതികരിക്കരുത്. ഒരിക്കലും ദേവദാരു നിന്ന് പരാതിപ്പെടാറില്ല താഴ്വരയിലെ തെങ്ങിനെ കണ്ടിട്ട്. താഴ്വരയിലെ തെങ്ങിനെ നോക്കിയിട്ടതേ അവനൊരു കുഴപ്പവും ഇല്ല, എത്ര ഹാപ്പിയാ നോക്കിക്കേ. ഈ പ്രതിസന്ധിയും ഈ പ്രശ്നവും മൊത്തം എനിക്ക് മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ പൊസിഷനാണെങ്കിൽ അങ്ങ് വലിയ പൊസിഷനും. എന്നാൽ കമ്പയർ ചെയ്യരുത്. നിന്റെ കുടുംബത്തിൻ്റെ താഴ്ചകളെ ഓർത്ത് ഉയർന്നിരിക്കുന്ന വേറെ കുടുംബത്തെ നോക്കി വിഷമിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വേണ്ട.
മക്കളെ, കൂടെ പഠിച്ചവർ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെന്നേ. അവരുടെ ഫേസ്ബുക്ക് ഫോട്ടോ കണ്ടിട്ട് നീ എന്തിനാ വേദനിക്കുന്നേ? നിനക്ക് ദൈവം നാട്ടിൽ പഠിക്കാൻ അവസരം തന്നെ ഓർത്ത് നന്ദി പറയണം. ആമേൻ. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ അവസാനിക്കണം. നിന്റെ കൂടെ പഠിച്ചവർ ചിലപ്പോൾ IAS-കാരായിട്ടുണ്ടാവാം, ഡോക്ടർമാരായിട്ടുണ്ടാവാം, എഞ്ചിനീയർമാരായിട്ടുണ്ടാവാം. നിനക്ക് മാത്രം ഇപ്പോൾ തൊഴിലില്ലായിരിക്കാം, പക്ഷെ അതിന് നീ നന്ദി പറയണം. അവനോട് ചോദിച്ചാൽ അവൻ്റെ വേദന പറയുമ്പോൾ നിനക്ക് തോന്നും നിന്റെ വേദന ഒരു വേദനയേ അല്ലെന്ന്. ഒരു ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഏത് പൊസിഷനിൽ ദൈവം നിന്നെ ആക്കിയാലും ദൈവത്തിന് അബദ്ധത്തിൽ ഒരു പൊസിഷനും ദൈവം ആരെയും ആക്കത്തില്ല. ഒരു കുടുംബത്തിലും ദൈവം അബദ്ധത്തിൽ ഒരുത്തനെ കൊണ്ടുവരത്തില്ല. ഒരു ജോലി സ്ഥലത്തും ദൈവം അബദ്ധത്തിൽ ഒരുത്തനെ ആക്കത്തില്ല. ഒരു സഭയിലും അബദ്ധത്തിൽ ദൈവം ഒരുത്തനെ കയറ്റത്തില്ല. ആമേൻ. ഒന്നും നിന്റെ കയ്യിൽ അബദ്ധത്തിൽ തരുന്നവനല്ല എൻ്റെ ദൈവം. അവൻ എന്തെങ്കിലും തന്നാൽ അവൻ അതിൻ്റെ മേൽ പ്ലാനും പദ്ധതിയും ഉണ്ട്. നിനക്ക് മക്കളെ തന്നത് അബദ്ധത്തിലല്ല. ഇങ്ങനെ ഒരെണ്ണം എൻ്റെ വയറ്റിൽ ഉണ്ടായി പോയല്ലോ എന്ന് ചിന്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ദൈവം അറിയാതെ ഒന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് പകൽക്കാലം നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അതരങ്ങളെ ചലിപ്പിച്ച് വായുകളെ തുറന്നു പറ, വായുകളെ തുറന്നു പറ, വായുകളെ തുറന്നു പറ. നീ തന്നെ പറഞ്ഞ് കെട്ടിവെച്ച ചില ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാ. നീ തന്നെ അറിയാതെ വായു കൊണ്ട് പറഞ്ഞ് നാശം പിടിച്ചതെന്ന് പറഞ്ഞു പോയ ചില വാക്കുകളുടെ നാശത്തിന്റെ ശാപങ്ങൾ നിന്റെ വായു കൊണ്ട് തന്നെ കുടുംബത്തിന്റെ അകത്തേക്ക് വരുത്തിയതാ. ഇന്ന് നീ തിരിച്ചു പറഞ്ഞ് അതിന്റെ മേൽ ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കണം. ആരാ ഈ ദൂതിനോട് പ്രതികരിക്കുന്നവർ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവാനോടേക്ക് ഓർമ്മിപ്പിക്കുന്നു. നീ പോലും അറിയാതെ വേദനിക്കുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ ഇതുപോലത്തെ ഒരു കഷ്ടം, എന്തൊരു നാശം എന്ന് പറഞ്ഞു പോയതിനെ നീ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യണം. ഓർമ്മ വരുന്നെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് എഴുന്നേക്കാവൂ. ഇന്ന് പകൽ നീ ചില ഗുഡ് ന്യൂസുകൾ കേൾക്കുന്ന പകലായി മാറാൻ പോകുകയാ. ഒരാമേൻ പറഞ്ഞ്, രാമേൻ പറഞ്ഞ്, രാമേൻ പറഞ്ഞ്, ഒരാമേൻ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ ദൈവത്തെ. എല്ലാ മരങ്ങൾക്കും ഒരു സീസൺ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ നട്ട സ്ഥലത്തെ പറ്റിയാ. അപ്പൊ എവിടെ നടണം എന്നറിയാമോ? എവിടെയാണെങ്കിലും നിന്നെ ഏത് ഡ്രൈ പ്ലേസിൽ നട്ടാലും നീ ആറ്റരികത്തോട്ട് നിന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ തയ്യാറായാൽ ഒരു ഉഷ്ണക്കാറ്റിനും നിന്റെ വേരിനെ ഉണക്കാൻ പറ്റത്തില്ല. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, എല്ലാ മരങ്ങൾക്കും ഒരു സീസൺ ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. ഒത്തിരി അങ്ങ് വളർന്നിട്ട് എന്താ വല്ല പ്രതിസന്ധി വരുമ്പോൾ വീണുപോയാൽ പോയില്ലേ? പറ, എനിക്ക് കുറച്ചേ കായ്ച്ചുള്ളെങ്കിലും, കുറച്ചു കാലമൊക്കെ കായ്ച്ചുള്ളെങ്കിലും നിലനിൽക്കുന്നത് കായ്ക്കണം എന്ന് പറ. നിലനിൽക്കുന്ന ഫലങ്ങളുള്ളവരായി മാറണം എന്ന് പറ. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞിട്ട് പറ. ആമേൻ മാത്രമല്ല, ആമേൻ പറഞ്ഞിട്ട് പറ, എനിക്ക് നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. ഒത്തിരി ഒന്നും ആയില്ലെങ്കിലും. എവറി ട്രീ ഹാസ് എ സീസൺ. എല്ലാ മരത്തിനും ഒരു സീസൺ, ഒരു കാലമുണ്ട്. ആമേൻ. ബട്ട് നിനക്ക് കായ്ക്കാൻ പറ്റാത്ത കാലം, നിനക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റാത്ത കാലത്തെ ഓർത്ത് നീ അധൈര്യപ്പെടരുത്. ആമേൻ. Don't be discouraged by winter. വിൻ്ററിൽ വരുമ്പോൾ അല്ലേ, നല്ല ശൈത്യകാലം അങ്ങ് തുടങ്ങുമ്പോൾ നമുക്കറിയാം മരങ്ങൾ ഫലം കായ്ക്കുന്ന സമയമാണോ ഇല പൊഴിക്കണ സമയമാണോ? തണുപ്പൊക്കെ കൂടുന്ന പ്രത്യേക ഒരു സമയം വരുമ്പോൾ എന്തോ സംഭവിക്കും? ഇലയൊക്കെ അങ്ങ് പൊഴിക്കും. അന്ന് ഫലമൊന്നുമില്ല നിൽക്കുന്ന കാലഘട്ടത്തെയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ബൈബിളിൻ്റെ അകത്തൊരു വചനമുണ്ടല്ലോ, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നാൾ അവർ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. യേശു എന്ത് കണ്ടിട്ടാ വന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു കാണുകയാണ്, അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതെന്നെ അവിടെ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നുള്ളോ ദേവാസന്മാരെ? ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അല്ലല്ലോ. അവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നു, അത്തിവൃക്ഷം കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇലയുള്ളൊരു അത്തിവൃക്ഷം യേശു ദൂരം. അതങ്ങനെ ഇലയുള്ള വൃക്ഷം എവിടെ നോക്കിയാലും കാണാൻ പറ്റും, അത്യാവശ്യം മറയൊന്നും ഇല്ലെങ്കിൽ. കാരണം ബാക്കിയുള്ളതിനൊന്നും ഇലയില്ലല്ലോ. അപ്പോൾ ആകെ ഇലയുള്ളതിന് ഇതിനെ മാത്രമേ തലയെടുപ്പുള്ളൂ, പച്ചിപ്പുള്ളത് അത് മാത്രമേ ഉള്ളൂ. യേശു ഒരു 1/2 കിലോമീറ്റർ ദൂരെ നിന്നിട്ട് കണ്ടുടാ, അവിടെ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഇല തളിർത്ത് നിൽക്കുന്നുണ്ട്. വാ ഓടാന്ന് പറഞ്ഞ് അങ്ങോട്ട് ശിഷ്യന്മാരോട്ട് ഓടി ചെല്ലുക. അങ്ങനെ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് അറിയാമോ? അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് വന്ന് അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അടുത്തെഴുതിക്കുന്നു, അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അടുത്ത വചനമാണ് എന്നെ യേശു ചെയ്ത ആ പ്രവൃത്തിയെ വേദനിപ്പിച്ചത്. അത്
അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. എന്നിട്ടും യേശു കർത്താവ് അതിനെ നോക്കി ശപിച്ചു. എന്തൊരു പരിപാടിയെ നോക്കിക്കേ. എന്തിനായിരിക്കും ഇതിനെ ശപിച്ചത്? കാരണം കൂടാതെ യേശു അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൂരത്ത് നിന്ന് ഇലയുള്ളൊരു അത്തിവൃക്ഷം യേശു കണ്ടു, അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് മറ്റുള്ള വൃക്ഷങ്ങളിലൊന്നും ഇലയില്ലെന്ന് വേണം കരുതാൻ. എൻ്റെ കൂടെ അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. കർത്താവ് ഇങ്ങനെ തന്നപ്പോൾ ചിന്തിച്ചപ്പോൾ തന്നപ്പോൾ ഒരു ചിന്തയാ. നേരം കഴിച്ച് വയറ് മുറുക്കിയിട്ടും ഒരു പനി പോലും വരാതെ, ആമേൻ ഹല്ലേലൂയ, ഒരു പകർച്ചവ്യാധി പോലും പിടിക്കാതെ, ഓ ശതന ഹടക മനക, നനഞ്ഞാലും ചേറിൽ കിടന്നാലും ഉരുണ്ടാലും ഒരു 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 അസുഖവും പിടിക്കാതെ, ആമേൻ, ഇമ്മ്യൂണിറ്റി തന്ന് നിർത്തിയെങ്കിൽ, കാലാവസ്ഥ നിന്റെ കുടുംബത്തിന്റെ അകത്ത് അനുകൂലമല്ലാതിരുന്നപ്പോൾ, നിനക്ക് ഫലം കൊടുക്കുവാൻ കഴിയാതിരുന്ന സമയത്ത് യഹോവയായ ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു, നിന്നെ ഒന്ന് വളർത്തി കാണണമെന്ന്. ഒരാമേൻ പറയാൻ കഴിയുന്നവരാമേൻ പറഞ്ഞേ. സകല വഴികളും അടഞ്ഞ് ജീവിതം ഒരു തുമ്പ് കയറിന്റെ അകത്ത് അവസാനിപ്പിക്കാമെന്ന് നീ തീരുമാനിപ്പിച്ചപ്പോൾ, സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് തട്ടി മാറ്റി തുടർന്ന് പിറ്റേ ദിവസവും എഴുന്നേൽക്കുവാൻ ഒരു ബലം തന്നെ നിർത്തിയത് ഒരു പക്ഷേ ആരുടെയെങ്കിലും ഒരു ഫോൺ കോൾ ആയിരുന്നായിരിക്കാം, ആരുടെയെങ്കിലും ഒരു സന്ദേശമായിരുന്നായിരിക്കാം, ആരുടെയെങ്കിലും ഒരു വിളിയായിരുന്നായിരിക്കാം. സകല വിശ്വാസവും മതി എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, കൂട്ടായ്മയ്ക്കില്ലെന്ന് പറഞ്ഞു പോയപ്പോ നിന്റെ ഫോണിലോട്ട് വിളിച്ച് എന്താ സഹോദര, എന്താ സഹോദരി വരാത്തെന്ന് ചോദിച്ചൊരാളില്ലേ? ആ ആളുടെ പേരെന്നറിയാമോ? നിന്റെ ലൈഫിൻ്റെ അകത്ത് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നപ്പോൾ നിന്നെ വളർത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ട് നിന്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ മനസ്സോടെ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടതാ, നീ ഒന്ന് വളരാൻ വേണ്ടിയിട്ട്, നീ ഒന്ന് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. ഓ, എല്ലാ അത്തിവൃക്ഷങ്ങളും ഇല പൊഴിപ്പിക്കുന്ന ശൈത്യകാലത്ത് ഒരത്തി മാത്രം ഇലയോടെ നിന്നപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, വാ മക്കളെ, എൻ്റെ പിതാവ് ഇവന് ഹല്ലേലൂയ ഈ പ്രതിസന്ധിയുടെ നടുവിലും ഇല പിടിച്ചു നിൽക്കാൻ ഒരു സാഹചര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ചിലതുണ്ട്. യേശു ഓടി അങ്ങോട്ട് ചെന്നപ്പോ ആ വൃക്ഷം നമുക്ക് തുല്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വൃക്ഷം എന്ന് പറയുന്നത് സാധാരണ വൃക്ഷമായി ഞാൻ കണക്കാക്കുന്നില്ല. നമ്മൾ ഇന്ന് ആരാധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തുല്യമാണ്. ദൈവം സാഹചര്യങ്ങളില്ലാത്തിടത്ത് നിന്നും നിനക്ക് ഇല വളർത്താൻ സാഹചര്യം ദൈവം തന്നു. ഫലം കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. പ്രയോജനപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കണ്ണടച്ചൊന്ന് കരഞ്ഞുകൊണ്ട് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നല്ലതാ. സാഹചര്യം പലർക്കും അനുകൂലമല്ലാതിരുന്നപ്പോൾ, എല്ലാം ഒരു കയർത്തുമ്പിൽ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഉള്ളിൽ ബലം നൽകി നിന്റെ തല ഉയർത്തി നിന്നെ പിടിച്ചിറക്കിയില്ലേ? അതെന്തിനാണെന്നറിയാമോ? നിന്നിൽ ഫലം കായ്ക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ടാ. ഇന്നും ഫലം കായ്ക്കാൻ പറ്റാത്ത അനുഭവത്തിനകത്ത് നിൽക്കുന്നെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങലോടുകൂടെ ആരാ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുള്ളേ? കണ്ണുകൾ അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിറുപിറുപ്പോടെയല്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ എന്നെ സഹായിക്കണം. ഫലമുള്ളവളായി, ഫലമുള്ളവനായി എനിക്കൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിന്തകന്മാർ പറയുന്നത് ഈ സീസൺ ഒരിക്കലും ഫലം കൊടുക്കാൻ പറ്റിയ സീസണല്ല. ശരിയാ, നമ്മുടെയൊക്കെ ലൈഫിലുണ്ട് ദൈവമക്കളെ അങ്ങനത്തെ ഒരു സീസൺ. എന്നും ഒരേ രീതിക്ക് ഫലം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാനും പൊക്കിയിട്ടില്ല. എന്നും ഒരുപോലെ നിന്ന് കർത്താവിനെ സ്തുതിക്കാനും ഓങ്കർ വീറോടെ നിൽക്കാനും പറ്റിയവർ ഇതിനകത്ത് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഞാൻ അതിന് കർത്താവ് നന്ദി പറയുന്നു. ദൈവം നമുക്ക് ഈ വരും ദിവസങ്ങൾ അധികമായി ഇത് വർദ്ധിപ്പിക്കട്ടെ അങ്ങനെയുള്ളവരെ. പക്ഷേ എപ്പോഴും കർത്താവ് ഉദ്ദേശിച്ച പോലെ ഒന്നും ഫലം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. എന്തിനാണ് ചില കാലഘട്ടത്തിൽ മരങ്ങൾ ഇല പൊഴിക്കുന്നത്? എന്തിനാണ് ചില കാലഘട്ടങ്ങളിൽ മരം ഇല പൊഴിക്കുന്നത്? അതിൻ്റെ സയൻസ് അറിയാവുന്നവർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇല പൊഴിക്കുന്നൊരു സീസൺ ദൈവം ചില സസ്യങ്ങൾക്ക് വെച്ചിരിക്കുന്നു. ചില സസ്യങ്ങൾക്കുള്ള പ്രശ്നം നോക്കിക്കേ. അപ്പോൾ ഈ ഇല പൊഴിക്കുന്ന റബ്ബർ എന്തിനാണെന്നറിയാമോ? ആ സീസണിൽ ഇലയിലോട്ട് ന്യൂട്രീഷൻ കൊടുക്കണ്ടെന്ന് ദൈവം അങ്ങ് പറഞ്ഞു.
പകരം നീ ഈ സമയം നിന്റെ വേരങ്ങ് അടിയിലോട്ട് വർദ്ധിപ്പിച്ചോണം. എടാ, ഈ സീസൺ നിനക്ക് ഫലം തരണ്ട, നീ ഫലം തരാനുള്ള സമയമല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ സീസൺ നീ ഫലം തരണ്ട. പക്ഷെ ഈ സമയം നിന്റെ ഇല വർദ്ധിപ്പിക്കാൻ നീ നോക്കാതെ കുത്തിയിരുന്ന് വേര് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ ഇരട്ടി ഫലം കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നിന്റെ വേരിനെ ബലപ്പെടുത്തി ഞാൻ എടുക്കും. +2 കഴിഞ്ഞിട്ട് ഈ വർഷം നിനക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നീ വിഷമിക്കരുത്. ഈ ഒരു വർഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ കർത്താവ് നിന്നെ അധികമായി മാനിക്കുന്നൊരു സീസണിലോട്ട് എഴുന്നേൽപ്പിക്കും. ദൈവമാണ് നിന്നെ പിടിച്ചു നിർത്തിയതെങ്കിൽ സമയത്തിനു മുൻപ് നിന്റെ വേരിൽ നിന്നും നീ ശേഖരിച്ചതിൻ്റെ മറുപടി നിന്റെ കയ്യിൽ തന്ന് നിന്നെ മാനിക്കേണ്ടത് നിന്റെ ജനിപ്പിച്ച മാതാപിതാക്കളെക്കാൾ അതിന് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി സ്വർഗത്തിലെ നിന്റെ അപ്പായാണ്. അപ്പായോട് സ്നേഹമുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നന്ദി പറഞ്ഞിട്ട് പറ, ഞാൻ എൻ്റെ തലമുറയെ വേര് വളർത്തുന്നവനാക്കി മാറ്റും. ഉടനെ ഫലം കണ്ടില്ലേലും കുഴപ്പമില്ല, പറഞ്ഞോ. വേര് വളർത്താൻ നീ സമയം ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യം ഉറപ്പാ, ഫലം കായ്ക്കേണ്ട സമയത്ത് ദൈവം പലിശയടക്കം നിന്റെ മക്കളെ. ലൂക്കോസ് 13:6 അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെന്ന് പറഞ്ഞു. അടുത്ത വചനം, അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം. എത്ര പ്രാവശ്യം എന്നെ പറ്റി പറഞ്ഞാന്നറിയാം. പോരായ്മകൾ പലതുണ്ടായിട്ടും പല വേദികളിലും എന്നെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്, പലതിലും എന്നെ കൂടെ നിർത്തിയിട്ടുണ്ട്, പലയിടത്തും കൊണ്ടുപോകാൻ കൊള്ളാഞ്ഞിരുന്നിട്ടും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരാളെ തരുന്നെങ്കിൽ, എപ്പോഴെങ്കിലൊക്കെ ഒരു സഭയോ വ്യക്തികളോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളൊരു ഫേവറിൻ്റെ അകത്താണ്. കർത്താവ് വെട്ടിക്കളയാതിരിക്കാൻ കിളയ്ക്കാൻ വേണ്ടി വിടുന്നതാണ് നിൻ്റെ ഈ സഭ, കിളയ്ക്കാൻ വിടുന്നതാണ് നിൻ്റെ കൂട്ടു സഹോദരൻ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉള്ളതാണെങ്കിൽ ആമേൻ പറഞ്ഞ് പിടിച്ചോണം, തിരിച്ചു മറുപടി ഒന്നും പറയരുത്. ആമേൻ, സ്തോത്രം. ഉള്ളതാണെങ്കിൽ അതിനെ സ്വീകരിച്ചോണം. ഇനി സ്വീകരിച്ചിട്ട് കാണിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചോളാമെന്നെങ്കിലും പറഞ്ഞോണം. കൂടുതലൊന്നും അക്നോളജ് ചെയ്തില്ലെങ്കിലും വീട്ടിൽ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ സ്വർഗത്തിലെ ദൈവം പണിയുന്നൊരു കാലഘട്ടമുണ്ട്. നിന്നെ കായ്ക്കുവാൻ വേണ്ടി 3 സംവത്സരമായി കാത്തിരുന്നു, പക്ഷെ നീ കായ്ച്ചത് കണ്ടില്ല. ഈ ഭൂമിയിൽ നിന്ന് തന്നെ വെട്ടിക്കളയുവാൻ തീരുമാനമെടുത്തപ്പോഴും യേശു കർത്താവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചിട്ട് പറഞ്ഞു, പിതാവേ, 1 വർഷം കൂടെ ഒന്ന് കൊടുക്കാമോ, ഞാനൊന്ന് കിളച്ചു നോക്കട്ടെ. ഞാൻ കിളയ്ക്കാൻ അറിയാവുന്ന 2 പേരെ വിടുന്നുണ്ട്. ഒരു ലിജോയിനെ ഞാൻ അങ്ങ് വിട്ടേക്കാം. ലിജോ പറയുമ്പോൾ കിളച്ച് കഴിയുമ്പോൾ അവന് വേദനിക്കുവാണെങ്കിൽ, അവൻ നന്നാവാൻ തീരുമാനമെടുക്കുവാണെങ്കിൽ, എൻ്റെ പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ അവൻ്റെ മേൽ കൊടുത്ത് അവൻ്റെ മേൽ മാറ്റാനുള്ള ചെത്തലുകളും വെട്ടലുകളും വരുത്തി അവനെ നല്ലൊരു മരമാക്കി മാറ്റിയെടുക്കാം. 1 വർഷം സമയം എനിക്കിതാ. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, പുറമേ കാണുന്ന ഭക്തിയുടെ ജീവിതം മാറ്റിവെച്ചിട്ട് അകമയുള്ള ദൈവഭയവും ദൈവത്തോടുള്ള സ്നേഹവും മുറുകെ പിടിക്കാൻ ഇന്ന് പകൽക്കാലം തീരുമാനിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, ഈ വരാൻ പോകുന്ന വർഷം നിനക്ക് നശിക്കാനുള്ളതല്ല, നിനക്ക് ഫലം കായ്ക്കാൻ ദൈവം നിന്നെ ചൂസ് ചെയ്യുന്ന വർഷമാ. 3ാമത്തെ ഒരു മരമുണ്ട് കേട്ടോ. ആ മരത്തെ പറ്റി നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു മരം ബൈബിളിലെ. ആ മരത്തിൻ്റെ പേര് ഒലിവ് എന്ന്. എന്തോ മരത്തിൻ്റെ പേര്? ഒലിവ്. സങ്കീർത്തനം 52:8 ഈ ഒലിവിനെ പറ്റി പറയുന്നുണ്ട്. ആമേൻ. സങ്കീർത്തനം 52:8 ഈ ഒലിവിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒലിവിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ദീർഘകാലം വസിക്കാനുള്ളൊരു ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ നിനക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ദൈവത്തിൻ്റെ ആലയത്തിൽ നിനക്കൊരു ഉത്തരവാദിത്തമോ അതിനോടൊരു കമ്മിറ്റ്മെൻറ്റോ ആ സഭയോ സ്നേഹിക്കാൻ ഒരു മെൻറ്റാലിറ്റിയോ തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി ഒരു ഓമനപ്പേര് വിളിച്ചോട്ടെ. അല്ലയോ ഒലിവ് തയ്യേ, നിന്നെ ദൈവം നട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദയയ്ക്ക് ഓർത്ത്, ദൈവത്തിൻ്റെ ദയയെ ആശ്രയിച്ചുകൊണ്ട് നീ ഒലിവ് വൃക്ഷം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നറിയാം?
എന്തുകൊണ്ടറിയാമോ നിന്നെ ദൈവം ചെറുതിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്? ഒരിക്കൽ നിനക്ക് എണ്ണ പുറപ്പെടുവിക്കുന്ന ഫലം കൊടുക്കുന്നൊരു സമയം വരും. തൈ ആയിരിക്കുമ്പോൾ നിനക്ക് എണ്ണ കൊടുക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ ബാത്റൂം കഴുകിയൊക്കെ ആയിരിക്കാം നിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തായിരിക്കാം നിന്റെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് ഒലിവ് തൈയുടെ പ്രായമാണ്. പക്ഷെ ഒലിവ് തൈയുടെ പ്രായത്തിൽ നിന്ന് നിന്നെ ദൈവം ഒലിവ് വൃക്ഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഫലം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞത്, നിന്റെ തലമുറയുടെ ഫലം ലഭിച്ചില്ലല്ലോ എന്ന് കരുതി നീ വേദനിക്കണ്ട. നീ കണ്ണുനിരുക്കി പ്രാർത്ഥിച്ചാൽ മതി. അവളെ ഒരു ഒലിവാക്കി ദൈവാലയത്തിൽ കൊണ്ടുപോയി നട്. അതൊരു പ്രായം കഴിയുമ്പോൾ അതിൻ്റെ എണ്ണ കൊടുക്കുന്ന പ്രായത്തിലോട്ട് വരും. ഈ എണ്ണ എന്തിനാ ഉപയോഗിക്കുന്നതെന്നല്ല, ഇത് ഉപയോഗിക്കുന്നത് അഭിഷേകം ചെയ്യാനായിട്ടാ. ഒരുവനെ അഭിഷേകം ചെയ്യാൻ, ചിലതിനെ ശുശ്രൂഷയിലേക്ക് പിടിച്ചെടുക്കാൻ, ചിലതിനെ വലിച്ചെടുക്കാൻ, നശിക്കുന്ന തീക്കകത്ത് നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വാക്കുകൾ കൊണ്ട് നരകത്തെ കാലി കൊള്ളയടിച്ച് സ്വർഗത്തെ സമ്പന്നമാക്കുന്ന ഒലിവിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം എന്റെ തലയിൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒലിവ് തൈയോ മരമോ ഏതുമാകട്ടെ, ഏത് വൃക്ഷവുമാകട്ടെ, ഇന്ന് പകൽക്കാലം എനിക്കും എന്റെ കുടുംബത്തിന്റെ മേലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ. ഒലിവിന്റെ വേരിന്റെ പ്രത്യേകത, അത് ഭയങ്കരമായിട്ട് നീളത്തിൽ പടർന്നു പോകുന്ന വേരാ. ഞാൻ ഉദാഹരണം പറയട്ടെ. ഇവിടെ നിങ്ങൾക്കൊരു ചെടി കാണാം. ഈ ചെടിയുടെ മുകളിൽ കാണുന്ന മനോഹരമായ ഈ ഇലകൾ, ഇതിന്റെ നീളം ഇപ്പൊ ഇവിടം വരെ ഉള്ളൂ. ഇങ്ങനെ ഇവിടം വരെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ചെടിയുടെ ഇല ഇപ്പൊ തണ്ട് ഇവിടം വരെ ഉള്ളൂ. ഇതങ്ങ് ഒരു ദിവസം അങ്ങ് ദൈവം അങ്ങ് വളർത്തിന്നിരിക്കട്ടെ. ഇതിങ്ങ് വളർന്ന് ഇവിടം വരെ അങ്ങ് വന്നെന്നിരിക്കട്ടെ. ഭയങ്കര ഫലമാണ്. എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നൊരു അനുഭവം പറഞ്ഞേ? ഒന്നെങ്കിൽ ഈ ഭാഗത്തോട്ട് വീഴും, അല്ലെങ്കിൽ ഇവിടം വെച്ച് ഒടിയും. ഹലോ. പക്ഷേ ഈ ഒലിവിനൊരു പ്രത്യേകതയുണ്ട്. ഒലിവ് വളരുമ്പോൾ, അതാ ഈ 3000 വർഷമൊക്കെ നിൽക്കുന്നേ. ഒലിവ് വളരുമ്പോൾ മുകളിലോട്ടൊന്നും ആരും കാണത്തില്ല. വളർച്ച മൊത്തം കീപ്പോട്ടാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് ഇവിടം വരെ വളർന്നാലേ ഇതിൻ്റെ മുകൾ വശം ഇവിടം വരെ വളരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിൻ്റെ വേര് ഇവിടം വരെ വളർന്നാൽ മാത്രമേ ദൈവം ഇതിനെ ഇവിടം വരെ വളർത്തിക്കത്തുള്ളൂ. അതാ അതിൻ്റെ പ്രത്യേകത. കാരണം നിന്റെ അകത്തുള്ള പുറം മനുഷ്യൻ കാണാത്ത പ്രാർത്ഥനയും പുറം മനുഷ്യൻ കാണാത്ത ദൈവഭയവും, പുറത്ത് ചർച്ചിൻ്റെ അകത്ത് കാണാത്ത, ആരും കാണാത്ത സമയത്തും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിളിക്കുന്ന പേരാണ് ഈ വേരിൻ്റെ ഇവിടം വരെയുള്ള വളർച്ച. ഇനി നീ ചർച്ചിൽ വരുമ്പോൾ തുള്ളുന്നതും ചാടുന്നതും വർഷിപ്പ് ചെയ്യുന്നതൊക്കെ ഈ മോളിൽ കാണുന്ന ഇലയാ. ഈ മോളിൽ കാണുന്ന ഇല വളരാൻ വേണ്ടി ആഗ്രഹിക്കരുതാരും. ആഗ്രഹിച്ച കുഴപ്പമൊന്നുമില്ല. ദൈവം ചിലപ്പോൾ വളർത്തിയിരിക്കും. ഒരു പകുതി പഠിക്കുമ്പോൾ ഇട്ടിട്ട് പോകേണ്ടി വരും. നിന്റെ തലമുറയെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ നീ വളർച്ചയ്ക്കകത്ത് ചെക്ക് ചെയ്തോണം, സെൽഫ് എക്സാമിനേഷൻ നടത്തിക്കോണം. മുകളിലത്തെ വളർച്ചയേക്കാൾ അധികമായി താഴത്തെ റൂട്ടിന് വളർച്ചയില്ലെങ്കിൽ ഒരു സമയത്തുമ്പോൾ താഴേക്ക് വീഴും. സ്റ്റേജിൽ കാണുന്ന പെർഫോമൻസും സ്റ്റേജിൽ കാണുന്ന പരിപാടിയും എല്ലാം കാണുമ്പോൾ നമ്മുടെ അകത്തും ഒരു ആഗ്രഹം തോന്നും, ഞാനും നാളും നിൽക്കുന്നു. നല്ലതാ, നിൽക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഓർത്തോണം, പുറമേ കാണുന്ന പാട്ട് അതിനേക്കാൾ പാട്ട് അകത്തുണ്ടെങ്കിലേ പുറത്ത് പാടാൻ വരാവൂ. മൈക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹം മൈക്ക് ഇല്ലാത്തപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാവൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് സമയം കൊടുക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, സമയം കുറച്ച് എടുത്തിട്ടാണെങ്കിലും ഇതിനെ അങ്ങ് ദൈവം ഒരു ദിവസം അങ്ങ് പടർത്തും. ഇതിനെ പടർത്തിക്കഴിഞ്ഞ ഒരു ഗുണമുണ്ട്. വേര് പോകുന്നതിൻ്റെ പുറകെ ഇത് വളരുന്നുള്ളത് കൊണ്ട് എന്തോരം വളർന്നാലും ഒടിയത്തില്ല. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുകയാ, ഇന്ന് തീരുമാനമെടുക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുകയാ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചേർന്നിരുന്നുള്ള പ്രാർത്ഥനയോ, കുടുംബത്തിന്റെ അകത്ത് ചേർന്നിരുന്നുള്ള ദൈവാശ്രയവും സഭയ്ക്കകത്ത് വരുമ്പോൾ കാണുന്ന കോലിളക്കമല്ല, കുടുംബത്തിന്റെ അകത്ത് ദമ്പതിമാർ തമ്മിലുള്ള കുടുംബജീവിതത്തിന്റെ അകത്ത് വീഴ്ചകൾ വരുത്താത്ത അനുഭവത്തിന്റെ അകത്ത് നിനക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വേര് വളരുന്നതിനോടൊപ്പം നിന്റെ കുടുംബം വളർന്ന് പന്തലിക്കാൻ പോകും. ഒലിവ് തൈ ഇങ്ങനെ വളർന്നൊക്കെ അങ്ങ് പോയി. അപ്പം അവിടെ ഒരു മസ്റ്റാർഡ് കടുക് ചെടി ഇരിക്കും, കടുക് വൃക്ഷം.
ആ വാക്യം ഒന്ന് എടുത്ത് വെച്ച മക്കളെ. മാത്യു 13:31. മാത്യു 13:31. മറുപടി ഒലിവിൻ്റെ വളർച്ച കണ്ടിട്ട് കടുകിന് ഭയങ്കര കണ്ണുകടി. ഞാൻ എന്നും കുന്നു ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്, എന്നെക്കാളും പിന്നെ വന്നതാണ് അവൻ. അവക്ക് വർഷിപ്പിന് സമയം കിട്ടി, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഹലോ, അവരെ എല്ലാം കൂടെ പാസ്റ്റർ അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങളെ ഒന്നും വിളിച്ചുമില്ല, ഞങ്ങളെ ആരും അറിഞ്ഞുമില്ല. അയ്യോ കടുകേ, നീ ചെറുതായിരിക്കാം, പക്ഷെ നിന്നെപ്പറ്റിയൊരു വചനം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ഉപമ പറഞ്ഞു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. ഒരു ആമേൻ പറ. അവർ കടുകുമണിയോടെ സാദൃശ്യം. അവർ നിങ്ങൾ ദൈവരാജ്യത്തിന് സാദൃശ്യപ്പെട്ടവർ. ഒരു ആമേൻ പറ. ഇപ്പം മസ്റ്റാർഡ് സീഡ് വളരെ ചെറുതാണ്, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. സ്വർഗരാജ്യ സദൃശ്യം. അതൊരു മനുഷ്യനെടുത്തതിൻ്റെ വയലിലിട്ടു. പിന്നെയോ അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ഓ, ആരായി നാമേം പറയുന്നത്? സസ്യങ്ങൾ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. വളർന്നു വന്നപ്പോൾ ചെറിയ ശുശ്രൂഷയിൽ തുടങ്ങിയത്, പക്ഷെ വളർന്നു വന്ന് മേശമേ ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷയിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസിനെ ആ കർത്താവ് തിരഞ്ഞെടുത്തൊരു വൃക്ഷമാക്കി മാറ്റിയിട്ട് പട്ടണം മുഴുവൻ സന്തോഷിക്കുന്ന രീതിയിൽ മേശമേ വിളമ്പിക്കൊണ്ടിരുന്നവൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. മേശമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ രക്തസാക്ഷിയായിക്കൊണ്ടിരിക്കുകയാ. മറ്റാർക്കും ലഭിക്കാത്ത വൃക്ഷത്തിന്റെ പദവിയിലേക്ക് അവിടെ എന്ത് വന്നിരുന്ന പറഞ്ഞേ? കൊമ്പുകളിൽ പറവകൾ വന്ന് ഷെൽട്ടർ അടിച്ചു. ഇവിടേക്ക് കർത്താവിന്റെ ദാസൻ മാർട്ടിൻ തോമസ് എന്ന് പറഞ്ഞ ദേവദാസനോട് പറഞ്ഞു, ഓർഫനേജുകളും അനാഥ മന്ദിരങ്ങളൊക്കെ നടത്തുന്ന ശുശ്രൂഷ താൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം കൂടുതൽ സമയം അതിനകത്താണ് വ്യാപൃതനെങ്കിൽ, ഇന്ന് ദൈവം സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഉപയോഗിക്കുന്ന ദേവദാസന്മാരെ പോലെയൊന്നും എപ്പോഴൊന്നും സ്റ്റേജുകളിലായിരിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. അദ്ദേഹം ഓർഫനേജുകളിലും അദ്ദേഹത്തിൻ്റെ ഷെൽട്ടറുകളിലും ഒക്കെ ആയിരിക്കും. ആരും കാണത്തില്ലായിരിക്കാം, പക്ഷെ ദൈവരാജ്യത്തിന് സദൃശ്യമാ ചെയ്യുന്ന ശുശ്രൂഷ. സ്വർഗം കണ്ട് റിവാർഡ് തരുന്ന സമയമുണ്ട്. നീ വളർന്ന് പന്തലിക്കും. അനേകർ അതിൻ്റെ അകത്ത് വാസം തുടങ്ങും. അനേകർ നിന്നെ ഷെൽട്ടറാക്കും. അനേകർ നിന്റെ തണൽ ചോദിച്ചു വരും. എല്ലാ മരങ്ങളും എണ്ണ കൊടുക്കാനുള്ള മരമല്ല. ചില മരത്തെ തണലാക്കി മാറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ നിനക്ക് ദൈവം അനുഗ്രഹത്തെ, നിനക്ക് ദൈവം നന്മയെ മറ്റുള്ളവർക്ക് ഇല്ലാതെ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ കാണിക്കുന്ന മനസ്സില്ലേ, നിന്റെ പേരാ തണൽ മരം. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കും തണൽ മരം. വല്ല ഫലം അത് കൊടുക്കാറുണ്ടോ? ഉണ്ട്. തണലെന്ന് പറയുന്നൊരു ഫലം കൊടുക്കാറുണ്ട്. കാണാനൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിൻ്റെ ചുവട്ടിൽ വെയിൽ മൂക്കുമ്പോൾ എത്ര പേരാ വന്നിരിക്കുന്നേ, എത്ര പക്ഷികളെ വന്ന് കൂട് വെക്കുന്നേ. കാണാൻ പാകത്തിന് ആപ്പിൾ പോലത്തെ ഫലമൊന്നുമില്ല, എടുത്ത് ഊറ്റിക്കൊടുക്കാൻ എണ്ണയൊന്നുമില്ല, പക്ഷെ ഒരുപാട് പേർ ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. നിന്റെ വാക്കുകൾ അനേകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ ഒരു മരമായി മാറുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ഇല്ലായ്മ കാണുമ്പോൾ നിന്റെ അകത്തൊരു വേദന തോന്നുന്ന ശീലമുണ്ടോ? നിന്റെ പേര് തണൽ മരമെന്ന ദൈവസഭയ്ക്കൊരു ഇല്ലായ്മയുടെ അനുഭവം കേൾക്കുമ്പോൾ നിന്റെ നെഞ്ച് പൊട്ടുന്നുണ്ടോ? നിന്റെ പേര് തണൽ മരമെന്ന ദൈവരാജ്യത്തെ ഓർത്ത് നിനക്ക് വല്ലാത്തൊരു നൊമ്പരമുണ്ടോ? നീ ദൈവരാജ്യത്തൊരു സദൃശ്യമുള്ള കടുകുമണിയാ. നീ ഒരിക്കൽ സസ്യമായിരിക്കാം, പിന്നത്തേതിൽ വൃക്ഷമാകും. നിന്റെ കീഴിൽ അനേകർ വന്ന് അഭയം കൊള്ളുന്ന രീതിയിൽ ദൈവം നിന്നെ വളർത്തിയെടുക്കുന്ന കാലങ്ങൾ അതിവിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിലിരിക്കുന്ന ജനത്തോട് ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ആമേൻ പറഞ്ഞ് ദൂതിനെ പിടിച്ചാട്ടെ. മറ്റൊരു വൃക്ഷത്തെ കൂടെ പെട്ടെന്ന് പരിചയപ്പെടുത്തിട്ട് വെളിപ്പാട് പുസ്തകം 22:2. വെളിപ്പാട് 22:2 ഒരു വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട്, ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ക്കുന്ന, മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഈ വൃക്ഷം ഉണ്ടല്ലോ, എല്ലാ മാസവും ഫലം കൊടുക്കും. 12 മാസം കൊടുക്കും, പക്ഷെ ഒരു ഫലമല്ല, 12 ഫലം. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഇന്ന് ഒരു ഫല പുറപ്പെടുവിച്ചെങ്കിൽ അടുത്ത മാസം വേറെ ഫലം കൊടുക്കും. മാർച്ച് ആകുമ്പോൾ വേറെ റോളായിരിക്കും. ഏപ്രിൽ ആകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയായിരിക്കും.
ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ കിച്ചണിലെ പരിപാടിയായിരിക്കും, നവംബർ ആകുമ്പോഴത്തേക്കും തൂത്തുവാരുമായിരിക്കും, ഡിസംബർ ആകുമ്പോഴത്തേക്കും സ്റ്റേജ് ശുശ്രൂഷിക്കായിരിക്കും, പിന്നെ വർഷിപ്പായിരിക്കും, പിന്നെ അവിടെ പോയി കിടന്ന് വേറെ അധ്വാനിക്കായിരിക്കും. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പേര് ജീവവൃക്ഷം എന്നാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞവനെ ഭക്ഷിച്ച് ജീവിക്കുന്നവന്റെ അകത്ത് നിന്ന് ഓരോ മാസവും വ്യത്യസ്തമായ കൃപാവരം. ആരാ ഇതിന്റെ അകത്ത് ശക്തിയോടെ പ്രയോജനപ്പെടാൻ പരിശുദ്ധം ആരെ കുറിച്ചോ പദ്ധതി ഇടുന്നല്ലോ. ഇതൊരു സൂപ്പർ നാച്ചുറൽ കോളിംഗാ. ഒരു വിളിയല്ല നിനക്ക്, ഒരു വിളിയല്ല നിനക്ക്, ഒരു വിളിയല്ല നിനക്ക്. നിന്നെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും പ്രതിസന്ധികൾക്ക് നടുവിലും പെറുപെറുപ്പില്ലാതെ ജീവിക്കാമെങ്കിൽ നിനക്കൊരു വളർച്ച ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. വലിയ കൊടുങ്കാറ്റുകളെ നീ നേരിടാൻ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു ബലം നിനക്ക് തരും. സ്തോത്രം, ഹല്ലേലൂയ. യിരെമ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തട്ടെ. യിരെമ്യാവ് 17-ന്റെ 7-ഉം 8-ഉം വചനങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും, അതൊന്ന് വായിക്കാൻ പറ്റുമോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വചനം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ദൈവമക്കളെ നോക്കിയിട്ട. ഉഷ്ണം തട്ടുന്നൊരു സമയമാണ്. ഒരു 40 കഴിഞ്ഞാൽ, 50 കഴിഞ്ഞാൽ, 60 കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുടെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഉഷ്ണങ്ങൾ അടിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ഒരു കാലഘട്ടം ആറ്റരികത്ത് നട്ടിരുന്നത് കൊണ്ട് ഉഷ്ണത്തിന്റെ കാലം വന്നാലും ഒന്നും ഇല്ലാതിരിക്കുന്ന അനുഭവം വന്നാലും സ്തോത്രം, അവരിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും അവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. യഹോവയെ കാത്തിരിക്കുന്ന അനുഭവം. വീടുകൾക്കകത്ത്, മുറികൾക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാവേ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ തലമുറകൾ ഉഷ്ണിക്കുന്നത് കാണേണ്ടത് നിനക്ക് ഇടവരുത്തത്തില്ല. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന മാതാക്കന്മാരോട് പറയട്ടെ, നിന്റെ തലമുറകൾ അപ്പം ഇരക്കുന്നത് കാണുവാൻ നിനക്ക് കഴിയത്തില്ല. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പിതാക്കന്മാരെ നോക്കി ഞാൻ പറയട്ടെ, നിന്റെ തലമുറകൾ കെഞ്ചുന്നത് കാണേണ്ട ഇട നിനക്ക് വരത്തില്ല. അവർ തക്ക കാലത്ത് മാത്രമല്ല സദാസമയം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ ദൂതിനെ പിടിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ക്യാൻസർ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ക്യാൻസർ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ഇല എന്തിനാ ഉപയോഗിക്കുന്നറിയാമോ? ജാതികളുടെ, നേഷൻസിന്റെ രോഗോപശാന്തിക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചില തലമുറകളെ നോക്കി പറയുകയാ, രാജ്യം കാണുന്ന ഹീലിംഗ് മിനിസ്റ്റേഴ്സുകൾ, രാജ്യം കാണുന്ന രോഗശാന്തി വരപ്രാപ്ത നിന്റെ തലമുറയ്ക്കകത്തിരിക്കുന്നുണ്ട്. ഒരാമേൻ പറയാൻ കഴിയുന്നവർ, രാജ്യം കാണുന്ന റിവൈവലിസ്റ്റുകൾ, രാജ്യം കാണുന്ന പ്രീച്ചേഴ്സ്, രാജ്യം കാണുന്ന ഉണർവിന്റെ പോരാളികൾ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആരാ കണ്ണുനീരൊഴുക്കാൻ തയ്യാറായിട്ടുള്ളത്? ഇന്ന് കാണുന്ന അനുഭവങ്ങളെ ഓർത്ത് നീ നെടുവീർപ്പിടണ്ട. നാളുകളിൽ ആമേൻ എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന നിന്റെ തലമുറയുടെ ഇല മതി രോഗികളെ വിടുവിക്കാൻ. ഇത് കർത്താവിന്റെ വരവുമായിട്ട് പറഞ്ഞ ഭാഗമാണെന്ന് എനിക്കറിയാം. ചിലതൊക്കെ അങ്ങനെയും നട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ മുറിക്കകത്ത് നിങ്ങൾക്ക് ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ചില ശരീരങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ കൽപ്പിക്കാൻ പോകുകയാ. എന്നോട് കൂടെ ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ അത്യന്ത ശക്തി വന്ന് വീഴാൻ പോകുകയാ. അസ്ഥി മജ്ജകളുടെ മേല്, മാംസപേശികളുടെ മേല്, രക്തധമനികളുടെ മേല്, നാഡി ഞരമ്പുകളുടെ മേല്, രക്തത്തിന്റെ
മേല് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങട്ടെ. നിന്റെ ഉച്ചി മുതൽ ഉള്ളം കാല് വരെ, മുടിനാര് മുതൽ പാദം വരെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ചില അസ്വസ്ഥതകൾ നിന്നെ വിട്ട് പുറത്തു പോകട്ടെ. ചില പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഐ ക്യാൻസൽ ഇറ്റ്. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ റെബ്യൂക്ക് ചെയ്യുകയാണ്. ഇനി ഒരിക്കലും നിന്റെ മേൽ വാഴാതെ വണ്ണം, അത് നിനക്കൊരു ബുദ്ധിമുട്ടും വരുത്താതെ. ഒരു മരം കൂടെ ഉണ്ട്, സാധാരണമായിട്ട് നിൽക്കുന്ന മരമാണ്. എല്ലായിട്ടൊന്നും അറിയത്തില്ല. ഇന്നലെ വന്നേ ഉള്ളൂ. എന്ത് പറയണം, എവിടെ പറയണം എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ട് ഒത്തിരി പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. പാവം പിടിച്ചവരാ. പക്ഷേ ഇവർക്കൊരു ഗുണമുണ്ട്. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ഫോർ എൻകൗണ്ടർ എന്നാണ്. വേറൊരാൾക്ക് വിടുതലുണ്ടാകാൻ ഇവർ കാരണമായി മാറും. അതാണ് ഇവരുടെ ഉത്തരവ്. ഇവർക്ക് അത്രേ അറിയാം. അതിനുള്ള ഗുണമേ ഉള്ളൂ അവർക്ക്. ഇപ്പം സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ വേണ്ടി ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഇരുന്നപ്പം ആളിൽ കുറുകിയവനായതുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റിയില്ല. ഉടനെ യേശു പോകുന്ന വഴിയിലൂടെ നോടി അങ്ങ് ചെന്നപ്പം വഴിയിലൊരു അത്തിയല്ല, ഒരു കാട്ടത്തി. വല്ല ഗുണമുണ്ടോ? കാട്ടത്തി നിൽക്കുന്ന കണ്ടു. കാട്ടത്തിയിലോട്ട് അങ്ങ് ചാടി കയറി. കാട്ടത്തി പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. യേശുവിനെ കാണാൻ കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷെ ഈ വക ആളുകൾക്കൊരു കുഴപ്പമുണ്ട്. എന്നാ പറയണമെന്നോ എന്ത് പറയണമെന്നോ അവർക്ക് അറിയത്തില്ല. അവരാദ്യമായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നോളൂ. കാട്ടത്തിക്കൊരു പ്രശ്നമുണ്ട്. കാട്ടത്തിയിൽ സക്കായി കയറി എന്നുള്ളത് ശരിയാണെങ്കിൽ സക്കായിയുടെ കാലിൽ ഒരു മുള്ളു കൊള്ളാതെ പോകത്തില്ല. കാട്ടത്തിക്ക് മുള്ളുണ്ട്. എന്നിട്ടും കയറിയ സക്കായിക്കൊരു കയ്യടി കൊടുത്തേ. കൊടുക്കണ്ടേ ആ മനുഷ്യന്? കൊടുക്കണ്ടേ ആ മനുഷ്യന്? കാട്ടത്തി ഹെൽപ്പ് ചെയ്ത യേശുവിനെ കാണാൻ. നമ്മളിൽ പലരും അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒരാളെ വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ സാക്ഷിയില്ലാതെയാവും. ഉണ്ടായിട്ടില്ലേ? നമ്മൾ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ആ വ്യക്തിക്ക് വേദനിക്കും. എത്രയോ മോഹങ്ങളെ ചിരിക്കുന്നു നോക്കി. അപ്പം നമ്മളിൽ ദേവദാരു ഉണ്ട്, ഒലിവുണ്ട്, പിന്നെ എന്തുവാ കാട്ടത്തിയും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞ ഓരോ മാസവും നീ കായ്ക്കുമെന്ന്. ഓരോ മാസവും ഓരോ ഗുണം കാണിക്കും. ആമേൻ, സ്തോത്രം. ഓരോ മാസവും നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കും. അറിയാതെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. അത് നമ്മളിലുള്ളതാണ്. സ്തോത്രം. പക്ഷെ എന്നാൽ ഇതിനൊരു ഗുണം പറയാനുണ്ട്. യേശുവിനെ കാണിക്കാൻ കയറിക്കോളാൻ പറഞ്ഞില്ലേ? വാ, കയറി നിന്ന് യേശുവിനെ മതിയാവോളം കണ്ടങ്ങ് ആസ്വദിച്ചോ. അതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷയുണ്ടായി. ഇനി വന്നു കയറിയ മനുഷ്യൻ്റെ ഗുണം പറയാം. എത്ര മുള്ളു കൊണ്ടാലും ശരി, യേശുവിനെ കാണാതെ ഞാൻ പോണ പരിപാടിയില്ല. ഇതായിരിക്കണം വരുന്നവൻ്റെ ആറ്റിറ്റ്യൂഡ്. നിന്നെ ക്രിസ്തുവിലേക്ക് നയിച്ചവൻ ഒരുപക്ഷെ സാക്ഷ്യം വിട്ട് പോകുന്ന കണ്ടാൽ ഇട്ടേച്ചു പോകുന്നല്ല യേശുവിനോടുള്ള സ്നേഹം. നിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നവൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു കുറവ് കണ്ടാൽ ഇവനൊന്നും ഗുണം പിടിച്ചവനല്ലെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നല്ല യേശുവിനോടുള്ള സ്നേഹം. യേശുവിനോടുള്ള സ്നേഹം നിമിത്തമാണ് സക്കായി ഓടിയതെങ്കിൽ യേശുവിൻ്റെ കാണാൻ വേണ്ടി ഇനി മുള്ളല്ല മരത്തിൽ നിന്ന് താഴെ വീഴേണ്ട വന്നാലും ആ നടുവും പിടിച്ചുകൊണ്ട് വീണ്ടും സക്കായി കയറി ഇരുന്ന് കാണുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഈ സക്കായി ഇറങ്ങിയത് യേശുവിനെ കാണാനാ. യേശുവിനെ കാണാൻ ഇറങ്ങിയവർ പരാതികൾ പറഞ്ഞ് പരിഭവം പറഞ്ഞ് മാറിയിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിൻ്റെ അകത്ത് ആമേൻ കാട്ടത്തി ഉണ്ടെങ്കിലും സക്കായി ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. സക്കായിയെ നിന്നെ തേടി ഒരു യേശു വന്നെങ്കിൽ നിന്റെ ഭവനത്തിൽ അവനൊന്ന് വസിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന രീതിയിൽ നിന്റെ ഭവനം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഭവനമാക്കി പിന്നത്തേതിൽ നിന്നെ മാറ്റും കേട്ടോ. നീ കാണാനല്ലേ കൊതിച്ചുള്ളൂ, പക്ഷെ വീട്ടിൽ വരുന്നവനാ എൻ്റെ നീ ഒന്ന് കാണണം. ദൈവമഹത്വം കാണണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവമഹത്വം സ്ഥിരമായി നിൽക്കുന്ന അളവിൽ ഒരു ദൈവ സാന്നിധ്യത്തെയും ദൈവ പ്രവൃത്തിയെയും വീടിൻ്റെ അകത്ത് ജനിപ്പിക്കാൻ യേശുവിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് സഭയോട് ദൂത് പറഞ്ഞാൽ എത്ര പേർ കുടുംബങ്ങളെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാ?